ഇരിക്കുന്ന ട്രെൻഡ് മുഴുവനും കവർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്നും, അല്ലെങ്കിൽ ഇൻബാലൻസ് ഏരിയാസ് മുകളിലിരിക്കുന്നതെല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുമെന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രോബിലിറ്റി അവിടെ എടുക്കാനായിട്ട് പറ്റും. 7ഓളം കണ്ടീഷൻസിൽ ഒരു കണ്ടീഷൻസ് മാത്രമില്ല. 7 കണ്ടീഷൻസും പറയണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 6-7 മണിക്കൂർ വേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് അപ്പോൾ പിയെ കുറിച്ച് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറുക. പി വന്നു കഴിഞ്ഞാൽ ബയർ വരും എന്നല്ല. പി വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇൻഡിക്കേഷൻ, ഇറ്റ്സ് കൈൻഡ് ഓഫ് ഇൻഡിക്കേഷൻ ഷോർട്ടിന് നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിനോടനുബന്ധിച്ച് വരുന്ന കണ്ടീഷൻസ് കൂടെ എന്താ പറയുക, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയ്സിൽ ഇനി കണ്ടിന്യൂ ആയിട്ടുള്ളൊരു ബയറിനെ കാണുക, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ബയേഴ്സിന് വേണ്ടിയുള്ള സിനാരിയോസ് കാണുകയാണെങ്കിൽ മാത്രമേ ആ പിയിൽ ഷോർട്ട് ചെയ്ത ആൾക്കാർ പുതിയ ഫ്രഷ് ബൈയിങ് അവിടെ നടത്തുന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതേപോലെ തന്നെ ഒരു ബി പ്രൊഫൈൽ നമ്മൾ നോക്കുക. ബി പ്രൊഫൈൽ നോക്കുമ്പോൾ ഇവിടെ ഒരു ബി പ്രൊഫൈലിൻ്റെ കേസ് സ്റ്റഡി നമുക്ക് നോക്കാം. ബി പ്രൊഫൈലിൻ്റെ കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരു സ്ട്രോങ് ബൈയിങ് ടെയില്, അത് കഴിഞ്ഞിട്ടൊരു ബാലൻസ് ഏരിയ, ഒരു വാല്യൂ ഏരിയ ഉണ്ടാവും, പി ഒ സി ഉണ്ടാവും, പി ഒ സിയുടെ താഴെ ക്ലോസിങ്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലക്ഷണമൊത്ത രീതിയിലുള്ള ഒരു ബി പ്രൊഫൈൽ എന്ന് നമുക്ക് പറയാം. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇവൻ നല്ലൊരു ബി പ്രൊഫൈലാണ്, ഇദ്ദേഹം നല്ലൊരു ബി പ്രൊഫൈലാണ്, അതായത് സ്മോൾ ലെറ്റർ ബി പ്രൊഫൈലാണ്. ഓക്കെ, സി പി ഒ സിയുടെ താഴെ ക്ലോസിംഗ് ഉണ്ട്, സ്ട്രോങ് ബൈയിങ് ടെയിലാണ്. സോ ഇത്രയും കാര്യങ്ങൾ ഉള്ളപ്പോൾ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം ഇവിടെ സെല്ലറിൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഒരു ബയർ സൈഡിലേക്ക് ട്രെൻഡ് ഇരിക്കുന്ന മാർക്കറ്റിൽ സഡൻലി നമുക്കൊരു ബി പ്രൊഫൈൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പിയുടെ പറഞ്ഞ അതേ കണ്ടീഷൻസ് തന്നെയാണ് വരുന്നത്, കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇവിടെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ലോങ് ഇവർ സ്ക്വയർ ഓഫ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ മനസ്സിലാക്കുക ട്രെൻഡ് ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് അണ്ടർസ്റ്റാൻഡിങ് എടുക്കുക. നെക്സ്റ്റ് ഈ ഒരു ബിക്ക് ഫോളോ അപ്പ്, ഇവിടെ ഒരു ബിയെ നമ്മൾ കാണുന്നുണ്ട്, അത് കഴിഞ്ഞ ബിക്ക് ഫോളോ അപ്പ് ഇതേപോലെ കിട്ടുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ട്രെൻഡ്, ബയർ സൈഡിൽ നിന്ന് ട്രെൻഡ് മാർക്കറ്റ് ലീവ് ചെയ്തു എന്നുള്ള ഒരു മീനിങ് കൂടെ ഇത് തരുന്നുണ്ട്. കുറച്ച് ഫാക്ടേഴ്സ് വേറെ കാര്യങ്ങളുണ്ട് എന്നാൽ ഞാൻ പറയുകയാണ്, ഒരു കോമൺ ആയിട്ട് പറഞ്ഞു. സോ നമ്മളിവിടെ എന്താ അണ്ടർസ്റ്റാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സെല്ലിംഗ് പൊസിഷൻ, അതായത് ഓപ്ഷൻ സെല്ലിംഗ് പൊസിഷൻസ് എല്ലാം പി സൈഡിലേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ബി പ്രൊഫൈൽ കാണുകയാണെങ്കിൽ, ബി പ്രൊഫൈൽ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ നമ്മൾ ചാർട്ട് അനാലിസിസിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓപ്ഷൻ തിയറി നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ പി ഓപ്ഷൻ ഷോർട്ട് ചെയ്തിരിക്കുന്നത് കുറച്ച് കോഷ്യസ് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ലീവ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അത് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു 2 ദിവസം നമ്മൾ ഹോൾഡ് ചെയ്യാം, കുഴപ്പമില്ല, നമ്മൾ ഹെഡ്ജല്ലേ ചെയ്തിരിക്കുന്നത്, നമ്മൾ പ്രോഫിറ്റ് കുഴപ്പമില്ല, ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നില്ല. 1-2 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റാൻഡമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവ് ഇത് മാർക്ക് കൊടുക്കുക. ബിക്കോസ് അതൊരു ട്രെൻഡ് ചേഞ്ച്, ഒരു സഡൻ ട്രെൻഡ് ചേഞ്ചസ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ന്യൂസ് ബേസ്ഡ് ആയിട്ട് ട്രെൻഡ് ചേഞ്ചസിനുള്ള ചാൻസസിനൊക്കെ ഈ പറയുന്ന പ്രൊഫൈൽ ഒരു ഇൻഡിക്കേഷനായിട്ട് നമുക്ക് തരും. ഇതൊരു സൂചന മാത്രമാണ്. ഒരിക്കലും ഈ ഒരു പ്രൊഫൈൽ കണ്ടുകൊണ്ട് നമുക്കിത് ബയർ ഇല്ലാണ്ടായി സെല്ലർ വന്നെന്നോ, സെല്ലർ ഇല്ലാണ്ടായി ബയർ വന്നെന്നോ പറയാൻ പറ്റില്ല. ഇതൊരു സൂചനയാണ് നമുക്ക് തരുന്നത്, പല ഫാക്ടേഴ്സും ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സൂചന. ഇവിടെ സെല്ലർ വന്നിട്ടുണ്ടോ, ഷേപ്പ് ഞാൻ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റ് ഫാക്ടേഴ്സ് എടുത്ത് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മുടെ ചെക്ക് ലിസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ ഇവിടെ ഒന്നുണ്ട്, അപ്പോൾ ഈ ഒരു ബി എന്ന് പറയുന്നത് സ്ട്രോങ് സെല്ലറാണ്. ഓക്കെ ഫൈൻ, ഇനി ഞാൻ പി സെല് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ലീവ് ചെയ്യാം, സി ബൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ലീവ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക ഫ്യൂച്ചർ ബൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ലീവ് ചെയ്യാം എന്നുള്ള സൂചനയ്ക്കുള്ളതാണ് തരുന്നത്.
മറ്റ് ഫാക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും ചെയ്യണം. അല്ലാണ്ട് ഒരു ട്രെൻഡ് കണ്ടു, ആ ട്രെൻഡ് അത് ബി പ്രൊഫൈൽ വന്നു, അതിനിടയ്ക്ക് എൻ്റെ എന്താ പറയുക എൻ്റെ പോർട്ട്ഫോളിയോ മുഴുവൻ ഞാൻ എൻ്റെ കളയുക എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു എന്താ പറയുക ഒരു ഡൗൺ ട്രെൻഡ് ഞാൻ കണ്ടു, ഇവിടെ ഒരു പി വന്നു, അതിനാൽ ഞാൻ ഇവിടുന്ന് ബൈ ചെയ്തു. ഇത് മണ്ടത്തരമാണ്. ഓക്കെ, ഇതെന്താണ് ഫാക്ടേഴ്സ് ചെക്ക് ചെയ്യാൻ തരുന്ന ഒരു സൂചന മാർക്കറ്റ്. അതിനനുസരിച്ചുള്ള ഫ്രഷ് ബയേഴ്സിനോ ഫ്രഷ് സെല്ലേഴ്സ് വരുന്നതിനുള്ള കണ്ടീഷൻസ് മാർക്കറ്റിലേക്ക് കാണുകയാണെങ്കിൽ അവിടെ നമുക്ക് ധൈര്യമായിട്ട് സെല്ലോ ബൈയോ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എപ്പോഴും റിയാലിറ്റി ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ നോക്കുക. ബി വന്നെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ പി വന്നെന്ന് പറഞ്ഞോ അവിടെ ബയറോ സെല്ലറോ വന്നു എന്നല്ല, അല്ലെങ്കിൽ ഫ്രഷ് ബയേഴ്സ് ഇനി മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോകും, ഇനി ബയർ സൈഡിലേക്ക് പോകുമെന്നല്ല. എന്താ നമുക്ക് തരുന്നത്? ഒന്ന്, ഒരു ഇൻഫർമേഷൻ നമുക്ക് തരുന്നത് ഷോർട്ട് കവർ ചെയ്തു എന്നുള്ള ഇൻഫർമേഷനും ലോങ് ലിക്വിഡിറ്റി കവർ ചെയ്തു എന്നുള്ള ഇൻഫർമേഷനും. രണ്ട്, ഇത് കണ്ടിന്യൂ ആകോ ഇല്ലയോ എന്നുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഓക്കെ, അത് ഫാക്ടേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യുക, നമ്മുടെ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുക, എന്നിട്ട് മാത്രം ഇതിനുള്ള ട്രേഡ്സ് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.